قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو أنا كتبنا عليهم أن اقتلوا أنفسكم أو اخرجوا من دياركم ما فعلوا إلا قليل منهم ولو أنهم فعلوا ما يوعظون به لكان خيرا لهم وأشد تثبيتا. صدق الله العلي العظيم. കരുണാവാരിധിയായ കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സച്ചരിതരായ സലഫു സ്വാലിഹീങ്ങളോടുകൂടി ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കുമാറാകട്ടെ. തഖ്വയിൽ അധിഷ്ഠിതമായ നല്ല ഒരു ഭാവി ജീവിതം അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നസീബ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഈമാനാണ്, വിശ്വാസമാണ്. പലപ്പോഴും പല വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഇസ്ലാമികമായ തത്വസംഹിതകളും ഇസ്ലാമിൻ്റെ നിയമങ്ങളും മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥ സംജാതമാകുമ്പോൾ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് പലപ്പോഴും ഒറ്റപ്പെടലിൻ്റെയും വെറുപ്പിൻ്റെയും മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് വളരെ മോശമായ രൂപത്തിലുള്ള സമീപനങ്ങൾ നേരിടേണ്ടി വരുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ ഹിജാബ് വിവാദങ്ങൾ പോലെ ഓരോ വിവാദങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭങ്ങളിൽ മുസ്ലിമീങ്ങളായ നമ്മൾ കൈക്കൊള്ളേണ്ടത് ഈമാനികമായ ആർജവം നമ്മിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അവന്റെ വിശ്വാസമാണ്. എത്ര തന്നെ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യം വരുമ്പോഴും തൻ്റെ വിശ്വാസത്തെയും ആശയാദർശങ്ങളെയും കൈയൊഴിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് വ്യതിചലിക്കേണ്ട ഒരു അവസ്ഥ ഒരു മുസ്ലിമായ ആൾക്ക് ഒരിക്കലും തന്നെ ഉണ്ടാകരുത്. മഹാനായ താബിഈ പണ്ഡിതനായ ഉബൈദുല്ലാഹി ഇബ്നു ശമിത്വ എന്ന് പറയുന്ന മഹാത്മാവ് പറയുകയാണ്, അദ്ദേഹത്തിന്റെ പിതാവ് പറയുന്നത് കേട്ടു: ഇന്നല്ലാഹ അസ്സ വജല്ല ജഅല ഖുവ്വത്തൽ മുഅ്മിനി ഫീ ഖൽബിഹി വലം യജഅൽഹാ ഫീ അഅളായിഹി അലാ തറൗന ശൈഖ യകൂനു ളഈഫൻ യസൂമുൽ ഖവാജിറ വയഖൂമുൽ ലൈല വശബാബു യഅജിസു അൻ ദാലിക. ശുഅബുൽ ഈമാനിൽ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു അതിന്റെ 2905 ഹദീസായിട്ട് മഹാനവറുകളെ രേഖപ്പെടുത്തുന്നതായി കാണാം. ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബുൽ ഈമാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനായ മനുഷ്യനെ ഇന്നല്ലാഹ അസ്സ വജല്ല ജഅല ഖുവ്വത്തൽ മുഅ്മിനി ഫീ ഖൽബിഹി, അവന് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അവന്റെ ഹൃദയത്തിന് ശക്തി ഉണ്ടാവുക എന്നുള്ളതാണ്. മുഅ്മിനായ മനുഷ്യനെ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് അവന്റെ ഖൽബിന് ശക്തി ഉണ്ടാവുക എന്നുള്ളതാണ്. അല്ലാതെ വലം യജ്അൽഹാ ഫീ അഅളായിഹി, അവന്റെ അവയവങ്ങൾക്ക് ശക്തി ഉണ്ടാവുക എന്നുള്ളതല്ല. ഒരാൾക്ക് നല്ല ആരോഗ്യമുണ്ടെന്ന് കാണുമ്പോൾ നല്ല ജിമ്മുണ്ട്, അല്ലെങ്കിലോ നല്ല ഹൈറ്റും വെയിറ്റും ഒത്ത് എല്ലാവരും കാണുമ്പോൾ
എല്ലാവരും അവരിങ്ങനെ ഒന്ന് നോക്കിപ്പോകും, നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ തന്നെ എത്ര ഭാരമുള്ള വസ്തുക്കളും അയാൾക്ക് വളരെ നിസ്സാരമായിട്ട് പൊക്കാൻ സാധിക്കുന്നു, ഉയർത്താൻ സാധിക്കുന്നു. മറ്റുള്ളവരെ നോക്കുമ്പോൾ നല്ല ശക്തനാണ്, എല്ലാ കാര്യത്തിനും മുന്നിട്ടിറങ്ങുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ അതൊന്നുമല്ല. മഹാനവറുകൾ പറയുകയാണ്, ബഹുമാനപ്പെട്ട ഉബൈദുല്ലാഹ് ഇബ്നു ശമിത എന്നവർ പറയുകയാണ്, ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി അവിടുന്ന് രേഖപ്പെടുത്തുകയാണ്, അലാ തറൗന ശൈഖ യകൂനു ദഈഫൻ യസൂമുൽ ഹവാജിറ. ഒരു വൃദ്ധനായ മനുഷ്യൻ, അതേപോലെ തന്നെ ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ, ഇവരെ രണ്ടുപേരെയും തുലനം ചെയ്യുകയാണ്. ഈ വൃദ്ധനായ മനുഷ്യൻ പരിശുദ്ധമായ റമദാൻ മാസത്തെ നോമ്പ് നോക്കുന്നു, അതുപോലെ സുന്നത്ത് നോമ്പ് പിടിക്കുന്നു. ഈ വൃദ്ധനായ മനുഷ്യൻ ശാരീരികമായി അസ്വസ്ഥതകളുള്ളയാളാണ്. ഒരുപാട് തളർച്ചകൾ അയാളെ പിടികൂടുന്നുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ അയാൾ അലട്ടുന്നുണ്ട്, പലതരത്തിലുള്ള രോഗങ്ങൾ അയാൾക്കുണ്ട്. ശരിക്കും നിന്ന് നിസ്കരിക്കാൻ പോലും അയാൾക്ക് കഴിയുന്നില്ല. പ്രയാസകരമായ ജോലികൾ, കഠിനമായ ജോലികൾ ചെയ്യാൻ അയാൾക്ക് കഴിയുന്നില്ല. അയാൾ മുമ്പ് അതുപോലെ എത്രയോ ഭാരങ്ങൾ ചുമന്ന വ്യക്തിയായിരുന്നു, പക്ഷെ ഇപ്പോൾ സാധിക്കുന്നില്ല. പക്ഷെ റമദാൻ മാസത്തിൽ നോമ്പ് നോക്കുമ്പോ അയാൾക്ക് പ്രയാസങ്ങളില്ല. പതിരാ സമയത്ത് പടച്ചവന് വേണ്ടി നിന്ന് നിസ്കരിക്കുമ്പോ അയാൾക്ക് ബുദ്ധിമുട്ടില്ല. അതേ സമയത്ത് ഇമാം ബൈഹഖി പഠിപ്പിക്കുകയാണ്, അതേ സമയത്ത് ചെറുപ്പക്കാരനായ വ്യക്തി അവൻ നോമ്പ് നോക്കുന്നു, പകല് നോമ്പ് നോക്കി ഉച്ചയാവുമ്പോഴേക്കും അവൻ തളർന്നു പോകുന്നു, പ്രയാസം അനുഭവപ്പെടുന്നു, തലവേദന എടുക്കുന്നു. രാത്രി സമയത്ത് അവൻ എഴുന്നേറ്റ് നിസ്കരിക്കാൻ ഈ പ്രായമുള്ള മനുഷ്യനെ പോലെ കഴിയുന്നില്ല. അതുകൊണ്ട് മഹാനവറുകൾ പറയുകയാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല ജഅല ഖുവ്വത്തൽ മുഅ്മിനി ഫീ ഖൽബിഹി വലം യജ്അൽഹാ ഫീ അഅദാഇഹി അലാ തറൗന ശൈഖ യകൂനു ദഈഫൻ യസൂമുൽ ഖവാജിറ. അതുകൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിന് കുറെ ആരോഗ്യം ഉണ്ടാവുക എന്നുള്ളതല്ല, മുഅ്മിനെ സംബന്ധിച്ച് ഖൽബിൽ ഈമാൻ ഉണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അവസ്ഥയാണോ ഉള്ളത് എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടുപോയി. എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴും മുഅ്മിനായ മനുഷ്യൻ അവന്റെ ഈമാൻ അവന്റെ വിശ്വാസം വർദ്ധിക്കുകയല്ലാതെ കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ അവനെ തൊട്ടുണ്ടാവുകയില്ല എന്ന് മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, വലൗ അന്നാ കതബനാ അലൈഹിം അൻ ഖതുലു അൻഫുസകും അവ ഖുറുജു മിൻ ദിയാരികും മാ ഫഅലൂഹു ഇല്ലാ ഖലീലും മിൻഹും വലൗ അന്നഹും ഫഅലൂ മാ യുഅദൂന ബിഹി ലകാന ഖൈറൻ ലഹും വഅശദ്ദ തസ്ബീതാ. സൂറത്തുൻ നിസാഇന്റെ 66-ാമത്തെ ആയത്ത്. ഈ ആയത്ത് ഇറങ്ങാനുള്ള ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഒരു യഹൂദിയായ വ്യക്തിയും ബഹുമാനപ്പെട്ട സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു തമ്മിൽ ഒരു ചർച്ച ഇങ്ങനെ നടക്കുകയാണ്. പരസ്പരം സന്ധി സംഭാഷണം നടക്കുന്നത് പോലെ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ഈ യഹൂദിയായ മനുഷ്യൻ പറഞ്ഞു, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, വല്ലാഹി. അദ്ദേഹം പറയുകയാണ്, അള്ളാഹു ഞങ്ങളുടെ മേൽ സ്വന്തം വധിക്കണമെന്ന് നിയമമുണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ അത് ചെയ്യും. സർവാധിനാഥനായ തമ്പുരാൻ, ഈ സർവ്വലോകങ്ങളെ പടച്ചു പരിപാലിക്കുന്ന തമ്പുരാൻ യഹൂദികളായ ഞങ്ങളുടെ മേൽ അങ്ങനെ ഒരു നിയമം ഇറക്കുകയാണെങ്കിൽ, പരസ്പരം കൊല്ലാൻ വേണ്ടിയിട്ട് നിയമം ഇറക്കുകയാണെങ്കിൽ ഞങ്ങളത് ചെയ്യും എന്ന് ഈ യഹൂദിയായ മനുഷ്യൻ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ ഇങ്ങനെ 70,000 പേരെ പരസ്പരം വെട്ടിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. യഥാർത്ഥത്തിൽ ആ സംഭവം ഉണ്ടായത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികൾ അദ്ദേഹം പറഞ്ഞത് കേൾക്കാതെ അവര് ഒരു പശുക്കുട്ടിയെ ആരാധിച്ചു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബയായിട്ട് പരസ്പരം കൊല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞു. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ 54-ാമത്തെ ആയത്തിൽ ഇത് പറയുന്നുണ്ട്. وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ
أنفسكم باتخاذكم العجل فتوبوا إلى بارئكم فاقتلوا أنفسكم ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم. സൂറത്തുൽ ബഖറയിലെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അവിടുന്ന് പറയുന്നുണ്ട്, എന്താണ് ആ സമൂഹത്തിന് സംഭവിച്ചതെന്നറിയുമോ? അവര് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൽപ്പനക്കെതിരായിട്ട് പശുക്കുട്ടി ആരാധിച്ച സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്ത സമുദായമാണ്. യാ ബനീ ഇസ്രായീല ദുഖുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫളൽതുകും അലൽ ആലമീൻ. ലോക ജനതയിൽ വെച്ചുകൊണ്ട് ശ്രേഷ്ഠവാന്മാരായിട്ട് അല്ലാഹു തആല പടച്ച ജനതയാണവർ. അല്ലാഹു പറയുകയാണ്, ആ ജനതക്ക് അല്ലാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് കണക്കില്ല. അത്രയും നിഅമത്തുകൾ ചെയ്തു കൊടുത്തിട്ട് സർവാധിനാഥനായ തമ്പുരാനെ വിട്ടുകൊണ്ട് അവര് ഒരു പശുക്കുട്ടിയെ ആരാധിക്കുകയാണ്. സമരിയുടെ പശുക്കുട്ടി. ആ പശുക്കുട്ടിയെ ആരാധിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുകയാണ്, ഇന്നകും വലംതും അൻഫുസകും ബിത്തിഹാദികുൽ അജ്ല ഫതൂബു ഇലാ ബാരിക്കും ഫഖ്തുലു അൻഫുസകും. പരസ്പരം കൊല്ലാൻ വേണ്ടിയിട്ട്, പരസ്പരം തമ്മിലടിക്കാൻ വേണ്ടി പറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ശിക്ഷയാണത്. അങ്ങനെ 70,000 പേര് അവരിൽ നിന്നുകൊണ്ട് പരസ്പരം പടവെട്ടിയിട്ട് 70,000 പേര് അവരിൽ നിന്നുകൊണ്ട് കൊല ചെയ്യപ്പെട്ടു. ഈ സംഭവത്തെ അയാൾ വലിയ മഹത്വവൽക്കരിച്ചുകൊണ്ട് ഈ യഹൂദിയായ മനുഷ്യൻ ഇങ്ങനെ പറയുകയാണ്. ബഹുമാനപ്പെട്ട സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു അദ്ദേഹവുമായിട്ട് ഈ സംഭവം ഇങ്ങനെ ചർച്ച നടന്നതിനെ പറ്റിയിട്ട് ഹബീബായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് എത്തുകയാണ്. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ഇന്ന മിൻ ഉമ്മത്തി റിജാലൻ അൽ ഈമാനു അസ്ബതു ഫീ ഖുലൂബിഹിം മിനൽ ജിബാൽ. എൻ്റെ ഉമ്മത്തിൽ ചില ആളുകളുണ്ട്, എൻ്റെ ഉമ്മത്തിൽ ചില ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം റാസി അവിടുത്തെ തഫ്സീറുൽ റാസിയിൽ രേഖപ്പെടുത്തുകയാണ്. ആ ആളുകളുടെ പ്രത്യേകത എന്താണെന്നറിയുമോ? അവരുടെ ഈമാൻ അസ്ബതു ഫീ ഖുലൂബിഹിം മിനൽ ജിബാൽ. അവരുടെ ഈമാൻ എന്ന് പറഞ്ഞ പർവ്വതങ്ങൾ പോലെ ഉറച്ചു നിൽക്കുന്ന ഈമാൻ അവരുടേത്. ചാഞ്ചല്യം ഉണ്ടാവില്ല, മാറൂല അവരുടെ ഈമാൻ. എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങൾ വരുന്ന സമയത്ത്, പരിശുദ്ധമായ ദീനിനെ തള്ളിപ്പറയണമെന്ന് പറയുന്ന സമയത്ത് അവർ തള്ളിപ്പറയുന്ന ആളുകളല്ല. മറിച്ച് എന്ത് പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും കാലം വന്നു കഴിഞ്ഞാലും വലൗ അന്നാ കതബനാ അലൈഹിം അൻ ഖുതുലു അൻഫുസകും വഖ്റുജൂ മിൻ ദിയാരികും മാ ഫഅലൂഹു ഇല്ലാ ഖലീലും മിൻഹും വലൗ അന്നഹും ഫഅലൂ മാ യുഅദൂന ബിഹി ലകാന ഖൈറൻ ലഹും വഅശദ്ദ തസ്ബീതാ. ആ ഈമാൻ അടിയുറച്ച ആളുകൾ അതിൽ നിന്നുകൊണ്ട് അല്പം പോലും വ്യതിചരിക്കുന്നവരല്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ഒരു ഈമാനാണോ നമ്മുടേത്? എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു പോയി. അല്ലെങ്കിലോ നമ്മുടെ അവസ്ഥ വളരെ മോശമാണ്. ഇപ്പൊ ഹിജാബിന്റെ വിവാദം വന്നു. ഹിജാബിന്റെ വിവാദം വന്നപ്പോ ആ സ്കൂളിൽ 150ഓളം വരുന്ന മുസ്ലിം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. പെൺകുട്ടികളടക്കം 150ഓളം വരുന്ന മുസ്ലിം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഒരു കുട്ടിക്ക് മാത്രമേ എന്തുള്ളൂ? ഹിജാബ് ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായുള്ളൂ. ആലോചിച്ചു നോക്കൂ. അവർ പറയുന്ന മാനേജ്മെന്റ് പറയാണ്, ഇത്രയും മുസ്ലിം കുട്ടികൾ പഠിച്ചിട്ട് അവർക്കൊന്നൊരു പ്രശ്നമില്ല, ഇവർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. പറയുന്നത് ആരാ? ഇതേപോലെ തന്നെ ഹിജാബിട്ട ഒരു പെണ്ണ്, ഒരു സിസ്റ്റർ വന്നുകൊണ്ട് പറയുകയാണ്, അവർക്ക് അവരുടെ മതങ്ങളെ ആ മതത്തിന്റെ നിയമം അനുസരിച്ച് ജീവിക്കുന്നതിൽ അവർക്ക് വളരെയധികം കണിശതയുണ്ട്. അതേ സമയത്ത് മറ്റുള്ളവരായ ആളുകൾ അതനുസരിച്ച് ജീവിക്കുന്നതിൽ അവർക്ക് പ്രയാസമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ അവരെയെല്ലാം നമ്മൾ കുറ്റം പറയേണ്ടത് നമ്മളെ തന്നെയാണ്. കാരണം 150ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ആ മുസ്ലിം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ആ സ്കൂളിലെ മറ്റുള്ള കുട്ടികൾക്ക് എന്തുകൊണ്ട് ഹിജാബ് ഇടണമെന്നതിനെ പറ്റിയിട്ടുള്ള ചിന്ത ഉണ്ടായില്ല?
ഹിജാബ് എന്ന് പറഞ്ഞാൽ അതൊരു പഴയ ഒരു ഔട്ട് ഓഫ് ഫാഷനായ കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. അത് കുറെ ഉസ്താദുമാര്, ഭാര്യമാര്, അല്ലെങ്കിൽ കുറച്ച് ദീനിയായിട്ട് നടക്കുന്ന ആളുകളുടെ ഭാര്യമാര്, അവർക്ക് മാത്രമുള്ളതാണെന്നാണ് പല ആളുകളുടെയും ചിന്ത. യഥാർത്ഥത്തിൽ അതിനെപ്പറ്റി പഠിക്കാനോ അതിനെപ്പറ്റി മനസ്സിലാക്കാനോ അതിൻ്റെ ഗൗരവം എത്രയാണെന്നോ നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ട് വരുന്ന പ്രശ്നമാണ് പ്രിയപ്പെട്ടവരെ. കാരണം ഇന്ന് നമ്മളിൽപ്പെട്ട പല ആളുകളും ചോദിക്കുകയാണ്, എന്താ ഇതൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ദറൂറത്തിന്റെ ഘട്ടങ്ങൾ വരുന്ന സമയത്ത് ഇസ്ലാം അതിൻ്റെതായിട്ടുള്ള ഇളവുകൾ നൽകിയിട്ടുണ്ട്. എല്ലാം ദറൂറത്തല്ല. ഇന്നത്തെ ദറൂറത്തിൻ ജായിസ് എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും ദറൂറത്തിന്റെ മസല ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഹിജാബ് ഇടാ എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ കാര്യമാണ്. ഹിജാബ് രണ്ട് രൂപത്തിലുണ്ട്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വഖർന ഫീ ബുയൂതിഹിന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഉലാ. ജാഹിലിയ കാലഘട്ടത്തിൽ സ്ത്രീകളെ പോലെ നിങ്ങൾ നടക്കരുതെന്ന് പറഞ്ഞിട്ട് ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വാണിംഗ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് നല്ലത് വീടാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു സ്ത്രീ 24 മണിക്കൂർ വീടിന്റെ ഉള്ളിൽ ഇരിക്കണമെന്നല്ല. ചില ഭർത്താക്കന്മാരൊക്കെ ഉണ്ട്, പെണ്ണുങ്ങളെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും പുറത്തേക്ക് വിടാൻ സമ്മതിക്കാത്തവരുണ്ട്. അതൊന്നും ഇസ്ലാം പഠിപ്പിച്ച, ഹബീബായ തങ്ങൾ പഠിപ്പിച്ച കാര്യമല്ല. മറിച്ച് പെണ്ണുങ്ങൾക്ക് ഹൈറെന്താണ്? വീടിന്റെ ഉള്ളിലാണ്. കാരണം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ വരും. അപ്പൊ ആവശ്യങ്ങൾ വരുമ്പോൾ, അത്യാവശ്യങ്ങൾ വരുമ്പോൾ അവർക്ക് ഇറങ്ങാം. ശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, وَإِذَا سَأَلْتُمُوهُنَّ مَتَاعًا فَاسْأَلُوهُنَّ مِنْ وَرَاءِ حِجَابٍ ذَلِكُمْ أَطْهَرُ لِقُلُوبِكُمْ وَقُلُوبِهِنَّ إِنِ اتَّقَيْتُنَّ فَلَا تَخْضَعْنَ بِالْقَوْلِ فَيَطْمَعَ الَّذِي فِي قَلْبِهِ مَرَضٌ وَقُلْنَ قَوْلًا مَعْرُوفًا. അല്ലാഹു തആല ഹിജാബ് കൊണ്ടുവരാനുള്ള കാരണം എന്താ? നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, അവരോട് ചോദിക്കേണ്ട എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ വന്നാൽ നിങ്ങൾ മറയുടെ ഇടയിൽ നിന്ന് ചോദിക്കുക. അന്യ സ്ത്രീകളുടെ കാര്യമാണ് പറയുന്നത്. അന്യ സ്ത്രീകളോട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെന്ന് കഴിയുമ്പോൾ അന്യ സ്ത്രീകളായാലും ഏതെങ്കിലും ഒരു മുള്ളിപ്പ തെറിച്ച ബന്ധമുണ്ടാവുള്ളൂ. എന്നാലും നമ്മളങ്ങോട്ട് കയറി എന്തൊക്കെയുണ്ട് ആയിഷ ബാത്റൂമാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുക. ഒരു നാണമില്ല, ഒരു മടിയില്ല, അല്ലേ? പരസ്യമായിട്ട് പോലും അന്യ സ്ത്രീകളെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു റാഹത്താണ് ചില ആൾക്കാർക്ക്. കൈയൊക്കെ കൊടുത്ത് എന്തൊക്കെ കെട്ടിയങ്ങൾ പിടിച്ചിട്ട് അതുകൊണ്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. ചിലപ്പോ അയലോക്കത്ത് ഒരാഴ്ച താമസിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു മാസം താമസിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ആയിരിക്കും ബന്ധം ഉണ്ടാവുക. എവിടെയും വെച്ചിട്ടുണ്ടാ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് പറഞ്ഞാണ് കെട്ടിപ്പിടിക്കുക. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് പലതവണ കണ്ടിട്ടുണ്ട്. പള്ളിയിലൊക്കെ വന്ന് ആക്റ്റീവായി നിസ്കരിക്കുന്ന, എല്ലാത്തിനും മുമ്പിൽ നിൽക്കുന്ന ആൾക്കാർ ഒരു നാണല്ല, ഒരു മടിയിൽ ഇത്തരം വിഷയങ്ങളിൽ. അള്ളാഹുവിന്റെ ഖുർആൻ പറയേണ്ടത് തെറ്റ് തന്നെയാ. അത് മൊയ്ലാരി ചെയ്താലും തങ്ങൾ ചെയ്താലും ആര് ചെയ്താലും തെറ്റ് തന്നെയാ. തെറ്റ് തെറ്റല്ലാതെ മാറില്ല. നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതാണ്. തെറ്റ് വരും, അപ്പൊ എന്ത് ചെയ്യണം? അള്ളാഹിനോട് പശ്ചാത്തപിക്കുക. പക്ഷെ ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറയുമല്ലോ, അത് ഉഫ്രിയത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന കാര്യമാണ്. നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കുക. അപ്പോ അല്ലാഹു തആല ഇത് ഇറക്കാനുള്ള കാര്യം പറയുകയാണ്. നിങ്ങൾ ഹിജാബിന്റെ മറയുടെ അപ്പുറത്ത് നിന്നുകൊണ്ട് നിങ്ങൾ അന്യ സ്ത്രീകളായ ആളുകളോട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുക. കാരണം എന്താണെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അത് തെറ്റിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. അതുപോലെ തന്നെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ കൊഞ്ചിക്കൊഴിയരുത്. അന്യ സ്ത്രീകൾ പുരുഷന്മാരോട് തിരിച്ചും അങ്ങനെ തന്നെ. കാരണം എന്താണെന്നറിയുമോ? അല്ലാഹു തആല പറയുകയാണ്, ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽന ഖൗലൻ മഅറൂഫാ. ചില മനുഷ്യന്മാര് അവർക്ക് ഹൃദയത്തിൽ രോഗമുണ്ടാവും, ഹൃദയത്തിൽ രോഗങ്ങളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ അവർക്ക് നിങ്ങളോട് മോഹം തോന്നും. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ പ്രയാസങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്വസ്ഥതയോടെ
സമാധാനത്തോടെ സ്വന്തം ഭർത്താവിന്റെ കൂടെ സ്വന്തം കുടുംബത്തോടൊപ്പം സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത് പ്രിയപ്പെട്ടവരെ. പിഞ്ചിളം കുരുന്നുകൾ പോലും പീഡിപ്പിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ യാതൊരു മനുഷ്യത്വപരമായ പരിഗണനയുമില്ലാതെ പിഞ്ചിളം കുരുന്നുകളെ പോലും 2-3 വയസ്സും മാത്രം പ്രായമുള്ള പിഞ്ചിളം കുരുന്നുകളെ ക്രൂരമായി പീഡിപ്പിച്ചിട്ട് നിഷ്കരുണമായി അവരെ കൊന്നൊടുക്കുന്ന കബാലികന്മാരുടെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ, ഭാര്യമാർ, കുടുംബങ്ങൾ എത്രമാത്രം സുരക്ഷിതരാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് തന്നെയാണ് അത്തരം മനോരോഗികളുടെ ആ പ്രയാസങ്ങളിൽ നിന്നുകൊണ്ട്, അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള അരുതായ്മകളിൽ നിന്ന്, തോന്നിവാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനാണ് വിശുദ്ധമായ ദീന്, ഹിജാബ് കൊണ്ടുവന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ അഹ്സാബിന്റെ 59-ാമത്തെ വചനം എടുത്തു നോക്കുക. ഞാനിപ്പോൾ ഓതിയ ആയത്തും അഹ്സാബിൽ തന്നെയുള്ളതാണ്. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക്, യാ അയ്യുഹൻ നബിയ്യു, ഏ നബിയായവരെ, അസ്വാജിക, അവിടുത്തെ ഭാര്യമാരോട് അവിടുന്ന് കൽപ്പിക്കുക നബിയേ, വബനാതിക, അവിടുത്തെ മക്കളോട്, പെൺമക്കളോട് കൽപ്പിക്കുക, വനിസാഇൽ മുഅ്മിനീൻ, ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീയത്തുകളായ മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങളോടങ്ങ് കൽപ്പിക്കുക. യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, മൂടുപടലത്തെ അഥവാ ശരീരത്തെ മൂടുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ അവരോട് പറയുക. അതുപോലെ തന്നെ അടിമ സ്ത്രീകളായ ആളുകള്, ജാഹിലിയ കാലഘട്ടത്തിൽ അടിമ സ്ത്രീകളായ ആളുകൾ വ്യഭിചാരത്തിന് വേണ്ടിയിട്ട് അവരെ കൂടുതലായി ഉപയോഗിക്കുമായിരുന്നു. അവരത്തരത്തിലുള്ള വസ്ത്രങ്ങളായിരുന്നു ധരിച്ചിരുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ذَلِكَ أَدْنَى أَن يُعْرَفْنَ فَلَا يُؤْذِينَ وَكَانَ اللَّهُ غَفُورًا رَحِيمًا. അവരെ അറിയപ്പെടാൻ, അതായത് മുഅ്മിനീങ്ങളായ സ്ത്രീകളെ കാണുമ്പോൾ പ്രത്യേകമായി അവരെ അറിയിക്കപ്പെടാൻ, അവരുടെ നല്ല ശരീരം മൂടുന്ന തരത്തിലുള്ള ജിൽബാബുകൾ, അവരുടെ വസ്ത്രങ്ങൾ അതുകൊണ്ട് അവർക്ക് ഉപകരിക്കപ്പെടും. അതുപോലെ തന്നെ മറ്റുള്ളവരായ ആളുകളുടെ ഇടയിൽ നിന്നുള്ള ഉപദ്രവങ്ങളിൽ നിന്നുകൊണ്ട് രക്ഷപ്പെടാൻ അവരുടെ വസ്ത്രങ്ങൾ. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞ സ്ത്രീകളുടെ വസ്ത്രം തന്നെയാണ്. പീഡനങ്ങൾ അധികരിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം അത് തന്നെയാണ്. ബസ്സിലുള്ള പീഡനം, ഈ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. കാരണം അത് കാണുമ്പോൾ ഇച്ചിരി നരമ്പിന്റെ അസുഖമുള്ളവനാണെങ്കിൽ അവനെ ഒരു ഇളക്കം വരും, അതിങ്ങനെ നോക്കും, പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ അവർക്ക് തൊടാൻ തോന്നും, അല്ലെ? അങ്ങനെ പലതും. ഉണ്ണിമാഷ് പറഞ്ഞതുപോലെ കണ്ടപ്പോൾ കെട്ടാൻ തോന്നി എന്ന് പറഞ്ഞതുപോലെ, കെട്ടി നോക്കുമ്പോൾ പെട്ടുപോയെന്ന് തോന്നി എന്ന് പറഞ്ഞ പോലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആകർഷണം വരും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങളെ കണ്ണുകളെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്. അപ്പോ അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വരുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ അധികരിക്കുന്നത്. ഫെമിനിസ്റ്റുകളായ ആളുകൾ, ഹിജാബിനെതിരെ ശബ്ദിക്കുന്ന ആളുകൾ, അവര് മനസ്സിലാക്കുന്നുണ്ടോ? 80,000 പീഡന കേസുകളാണ് ഇന്ത്യ രാജ്യത്ത് ഒരു മണിക്കൂറിൽ നടക്കുന്നത്. സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത് ശാരീരികമായി 80,000, 8,000 അല്ല, ഒരു മണിക്കൂറിൽ. ആലോചിച്ച് നോക്കും നിങ്ങൾ. അപ്പോ ഇതൊന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഹിജാബിനെതിരെ ശബ്ദിക്കുന്ന ആളുകളോ അവർക്കൊന്നും കഴിയുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് മാന്യമായ വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ്. പീഡനങ്ങളിൽ നിന്നുകൊണ്ട് പെൺകുട്ടികളെ രക്ഷപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്, ഫലാ യുദീൻ, തെറ്റുകളിൽ നിന്നുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കത് ഉപകരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഹിജാബിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കണം. വസ്ത്രധാരണത്തിലുള്ള ഹിജാബ് അർ-റാജി പ്രബലമായ അഭിപ്രായം അനുസരിച്ചുകൊണ്ട് മുഖവും മുൻകൈയും അടക്കം മറക്കണമെന്നാണ് പ്രബലമായ അഭിപ്രായം. പിന്നെ ചില പണ്ഡിതന്മാരൊക്കെ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞവരുണ്ട് ലറൂറത്തിന്റെ ഘട്ടങ്ങളിൽ. എന്നാൽ പ്രിയപ്പെട്ടവരെ, അധികം പണ്ഡിതന്മാരും പറഞ്ഞത് ബഹുമാനപ്പെട്ട അബൂ മുഹമ്മദ് ഇബ്നു ജരീർ തുബരി റളിയല്ലാഹു അൻഹു ഹിജ്റ 360 വഫാത്തായ പണ്ഡിതനാണ്. ഇമാമുൽ മുഫസ്സിരീൻ എന്നാണ് അദ്ദേഹത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവര്
അവരുടെ തലയും മുഖവും മറക്കണമെന്നാണ് ബഹുമാനപ്പെട്ട ഇമാം തുബരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റഈസുൽ മുഫസ്സിരീൻ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇമാം തുബരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട് തഫ്സീർ തുബരിയിൽ. അമറല്ലാഹു നിസാഅൽ മുഅ്മിനീന ഇദാ ഖറജന മിൻ ബുയൂതിഹിന്ന ഫീ ഹാജതി അയ്യതീന വുജൂഹുന്ന മിൻ ഫൗഖി റൂസിഹിന്ന. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ആയത്ത് അല്ലാഹു തആല ഇറക്കാനുള്ള കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖവും തലമുടിയും അതുപോലെ തന്നെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ മറക്കണമെന്ന് പറയാൻ വേണ്ടിയാണ് എന്ന് മഹാനവറുകൾ പറയുകയാണ്. അതുപോലെ തന്നെ ഇമാം റാസി 370 വഫാത്തായ ഹനഫി പണ്ഡിതനായ മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, ലമ്മാ നസലത്ത് ഹാദിഹിൽ ആയ, ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഖറജ നിസാഉം മിനൽ അൻസ്വാർ, അൻസാറുകളായ മദീനക്കാരായ മുസ്ലിമീങ്ങളായ സഹാബത്തിന്റെ ഭാര്യമാര്, കാന അലാ റൂസിഹിന്നൽ ഉബ്ബാൻ, അവര് കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് തല മുഴുവൻ മറച്ചുകൊണ്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ആയത്തിന്റെ അവതരണം അങ്ങ് കേട്ടപ്പോൾ തല മുഴുവനും മറച്ചുകൊണ്ടാണ് അവർ വന്നത്. ആ സമയത്ത് കാക്കക്കൂട്ടം ആണോ വരുന്നത് എന്ന് അവരുടെ ആ കറുത്ത വസ്ത്രങ്ങൾ കണ്ടുകൊണ്ട് ഞങ്ങൾ ആ രൂപത്തിൽ ചിന്തിച്ചു പോയി എന്ന് മഹാമഹദിയായ മുസ്ലിം റളിയല്ലാഹു അൻഹയിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ കറുത്ത വസ്ത്രം, ഇന്നിപ്പോൾ സ്വാഭാവികമായിട്ട് അധികം ആളുകളും കറുത്ത തരത്തിലുള്ള ഹിജാബും മറ്റൊക്കെയാണ് ഇടുന്നത്. അതിന്റെ തെളിവ് ഇത് തന്നെയാണ്. എന്ന് വെച്ചാൽ മറ്റൊന്നും ഇടാൻ പാടില്ല എന്നല്ല, ഏതും ഇടാം. പക്ഷേ സഹാബത്ത് ഇട്ട് വന്നത്, സഹാബത്തുകളായ സ്ത്രീകൾ ഇട്ട് വന്നത് കറുത്ത തരത്തിലുള്ള ഹിജാബുകളായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് മഹാത്മാക്കള്, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ഹിജ്റ അന്നൂറിൽ വഫാത്തായി പോയ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു ജൗസി റളിയല്ലാഹു അൻഹു ഹംബലി മദ്ഹബിലെ പ്രമുഖനായിരുന്നു. അതുപോലെ തന്നെ ഇമാം റാസി തഫ്സീറുൽ റാസിയിൽ, അതുപോലെ ഒരുപാട് പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ അവരുടെ തലകൾ തുറന്നിട്ടുകൊണ്ട്, വീട്ടിൽ കുഴപ്പമില്ല, ഭർത്താക്കന്മാരുടെ കുഴപ്പമില്ല, അല്ലാതെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം മറച്ചുകൊണ്ടായിരിക്കണം അവർ പുറത്തിറങ്ങേണ്ടത് എന്നാണ് ദീനിന്റെ നിയമം. അത് മൈ ചോയ്സ് അല്ലെങ്കിൽ യുവർ ചോയ്സ്, അതല്ല ചോയ്സ് ആയിട്ട് സ്വന്തം തീരുമാനം അല്ലെങ്കിൽ മറ്റുള്ളവർ, അങ്ങനെയല്ല. ഇസ്ലാം മൊത്തത്തിൽ എല്ലാവർക്കുമായിട്ട് ഇറക്കിയ നിയമമാണ് ഈ ഹിജാബ് എന്ന് പറയുന്നത്. പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഒരു ഡോക്ടറെ കാണുന്ന സമയത്ത് ചികിത്സക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റു ചില സാഹചര്യങ്ങളിലൊക്കെ ചിലപ്പോൾ നമുക്കിതൊക്കെ എന്താക്കേണ്ടി വരും, ഓപ്പൺ ആക്കേണ്ടി വരും. എന്നാൽ പോലും പ്രിയപ്പെട്ടവരെ, തലമുടി തുറന്നിടാൻ യാതൊരു വിധത്തിലും പരിശുദ്ധമായ ദീൻ നമ്മോട് പഠിപ്പിക്കുന്നില്ല. അപ്പൊ മുസ്ലിമീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ദീനിന്റെ നിയമം തന്നെയാണോ എന്ന് പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. ഇതൊക്കെ പരിഷ്കൃത നിയമമല്ലേ എന്ന്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് അന്ത്യനാൾ വരെയുള്ള ഗ്രന്ഥമാണ്. റസൂലുള്ളാഹി തങ്ങൾ ദീനിന്റെ നിയമങ്ങളോട് ഇറക്കി. ഇനി പുതിയ നിയമമൊന്നും ദീനിൽ വരില്ല. ആ നിയമം അവിടെ പാസ്സാക്കപ്പെട്ടു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇസ്ലാമിനെ പൂർത്തീകരിച്ചിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയത്. അതുകൊണ്ട് ഇതിനൊരു മാറ്റം ഉണ്ടാവാൻ ഇനി പോകുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാക്സിമം നമ്മൾ മുസ്ലിം മാനേജ്മെന്റുകളുടെ സ്കൂളുകളിൽ ചേർക്കുക. അതുകൊണ്ട് പണത്തിന് വേണ്ടിയിട്ട് അവർക്ക് തീരൊന്നും പ്രശ്നമല്ല, പൈസ കിട്ടിയാൽ മതി. പല മുസ്ലിം മാനേജ്മെന്റുകളും തുറന്നു പറയാൻ ഒരു മടിയില്ല. കാരണം അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു. അനുഭവമാണ്. മുസ്ലിം മാനേജ്മെന്റുകൾ നടത്തുന്ന സ്കൂളുകളിൽ എല്ലാവരും കേട്ടോ നല്ലവരുണ്ട്, എന്നാൽ അധികവും കച്ചവടമാണ്, കപടതയാണ്. എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കണം, അവിടെ ദീൻ പ്രശ്നമില്ല. വെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ അവരെ സമ്മതിക്കാത്ത മുസ്ലിം മാനേജ്മെന്റുകളോട് നടത്തപ്പെടുന്ന സ്കൂളുകളുണ്ട്. പ്രിയപ്പെട്ടവർ, വെറുതെ പറയില്ല, അനുഭവം പറയുകയാണ്.
അവർക്ക് പൈസ മതി, ദീനോ മറ്റൊന്നും പ്രശ്നമില്ല. എന്നാൽ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ട മുസ്ലിം മാനേജ്മെന്റ് ദീനിയായിട്ടുള്ള വിദ്യാഭ്യാസം നടത്താൻ ശ്രമിക്കും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകളിലൊക്കെ അത്തരത്തിലുള്ള ഈ മുസ്ലിം മാനേജ്മെന്റിന് കീഴിലുള്ള ഇസ്ലാമിക നിയമം അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന, പഠിക്കാൻ പറ്റുന്ന അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമ്മൾ പടുത്തുണ്ടാക്കുക. പൗരപ്രമുഖരായ ആളുകൾ, ഉമറാക്കളായ ആളുകൾ, അതുപോലെ ഉലമാക്കൾ എല്ലാവരും കൂടി നിന്നുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മുൻപിട്ട് ഇറങ്ങുക. പല എറണാകുളത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പല മഹലിന്റെ കീഴിലും നല്ല നല്ല ഇസ്ലാമിക് സ്കൂളുകളുണ്ട്. പല മഹലിലും ആ പള്ളിയുടെ കീഴിൽ നടത്തപ്പെടുന്ന ഹൈസ്കൂൾ കഴിഞ്ഞ് അപ്പുറത്തേക്ക് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി വരെ വിദ്യാഭ്യാസമുള്ള നൽകുന്ന പല മുസ്ലിം പള്ളികൾ നമുക്ക് കാണാം. ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മുടെയൊക്കെ മഹല്ലുകളുടെ കീഴിൽ വരേണ്ട കാലഘട്ടം വളരെ അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിന്ന് നമ്മൾ ഒരു നിലക്കും പിന്മാറരുത്. ഹിജാബ് എന്ന് പറയുന്നത് അത് നമ്മുടെ അവകാശമാണ്. ആ അവകാശം, അതിൽ നിന്നുകൊണ്ട് നമ്മൾ അല്പം പോലും പിന്മാറരുത് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.